Hi friends, welcome to Post Magic. Today we are going to study about Postal Life Insurance, Section 7 of POK Part 1. Let's start. PLI. PLI stands for Postal Life Insurance. PLI was started on 1st February 1884. So we celebrated PLI Day on 1st February. Minimum sum assured 20,000. Maximum sum assured 50 lakh. Minimum age at entry 18 years and maximum age 55 years. Then sum assured must be multiples of rupees 10,000. PLI സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിക് എംപ്ലോയീസിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നീടാണ് അതെന്ത് ചെയ്തത്, എക്സ്റ്റെൻഡ് ചെയ്തത് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപ്ലോയീസിനാവാൻ പറ്റി. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന് PLI ചേരാമെന്നായി. ഇപ്പോൾ എല്ലാ ഡിഗ്രി ഹോൾഡേഴ്സിനും ഡിപ്ലോമ ഹോൾഡേഴ്സിനും എല്ലാവർക്കും PLI എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ രണ്ട് കണ്ടീഷനാണ് പറയണത്. അതായത് നമ്മൾ പറഞ്ഞു മിനിമം ഏജ് 18 ഇയേഴ്സും മാക്സിമം ഏജ് 55 ഇയേഴ്സ് ആണ്. 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ബർത്ത്ഡേയിൽ 19 ഇയേഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ പറയണ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ PLI ചെയ്യുന്ന വ്യക്തിക്ക് 40 വയസ്സാണെന്ന് വിചാരിക്കാം, ടിൽ 40 ഇയേഴ്സ് ഏജ് അറ്റ് എൻട്രി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് സം അഷ്യൂർഡ് എന്നുള്ളത് നോക്കാം. The 10 times of annual income with the subject to total aggregate of maximum 50 lakh. അതായത് ആനുവൽ ഇൻകത്തിന്റെ 10 ടൈംസും അതുപോലെ തന്നെ ടോട്ടൽ അഗ്രിഗേറ്റ് എത്രയാവാൻ പാടുള്ളൂ, 50 ലാക്ക് ആവാനും പാടുള്ളൂ. ഇനി ഫോർ 41 ഇയേഴ്സ് ആൻഡ് എബോ, 41 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സം അഷ്യൂർഡ് ഷുഡ് ബി 7 ടൈംസ് ഓഫ് ആനുവൽ ഇൻകം വിത്ത് സബ്ജക്ട് ടു ടോട്ടൽ അഗ്രിഗേറ്റ് ഓഫ് മാക്സിമം 50 ലാക്ക്. 41 ഇയേഴ്സ് ആൻഡ് എബോ ആണെങ്കിൽ 7 ടൈംസ് ഓഫ് ആനുവൽ ഇൻകം, till 40 years ആണെങ്കിൽ 10 times of annual income and aggregate of maximum 50 lakh. PLIയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലോ പ്രീമിയം ഹൈ ബോണസ്. നമുക്ക് 6 types of policies ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓൾ ലൈഫ് അഷ്യൂറൻസ്. PLI പ്രൊവൈഡ് ചെയ്യുന്നത് 6 types of policies ആണ്. ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓൾ ലൈഫ് അഷ്യൂറൻസ്, ദാറ്റ് ഈസ് സുരക്ഷ. ഓൾ ലൈഫ് അഷ്യൂറൻസിന്റെ വേറൊരു പേരാണ് എന്ത്, സുരക്ഷ. Then endowment assurance, Sandosh. Third one, convertible all life assurance, Suvidha. Fourth one, anticipated endowment assurance, that is Umangal. Then joint life assurance, that is Yugal Suraksha. And last one, children's policy, that is Bal Jeevan Bima. അതായത് ഇതിന്റെ എല്ലാനും ഹിന്ദിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പേരുകളാണ്. അതെല്ലാം സുരക്ഷ, സന്തോഷ്, സുവിധ, സുമംഗൽ, യുഗൽ സുരക്ഷ, ബാൽ ജീവൻ ബീമ. ഇത് ചോദിക്കാറുള്ളതാണ്. അതായത് ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷ്യൂറൻസിന്റെ വേറൊരു പേര് ഏതാന്ന് ചോദിച്ചാൽ എന്താണ്, സുമംഗൽ. കൺവേർട്ടബിൾ ഓൾ ലൈഫ് അഷ്യൂറൻസിന്റെ വേറെ പേര് എന്താണ്, സുവിധ. അപ്പോൾ ഇതിന്റെ രണ്ട് നെയിംസും നമ്മൾ പഠിക്കേണ്ടതാണ്. ടൈപ്സ് ഓഫ് പോളിസീസ് അപ്പോൾ എത്രണ്ണം പ്രൊവൈഡ് ചെയ്യും? 6 ടൈപ്സ് ഓഫ് പോളിസി ആണ് PLI പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾ ലൈഫ് അഷ്യൂറൻസ്, ദാറ്റ് ഈസ് WLA ഓർ സുരക്ഷ. ഈ പോളിസിയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു സം അഷ്യൂർഡ് എടുത്തു, അത് നമ്മൾക്ക് 80 വയസ്സ് ആയാലാണ് അത് എന്താവുക, മെച്യൂർ ആവുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മരണപ്പെട്ടു, നമ്മളുടെ ലീഗൽ ഹയേഴ്സിനായിരിക്കും അതിന്റെ എമൗണ്ട് കിട്ടുക. അപ്പോൾ മെച്യൂരിറ്റി അറ്റ് ഏജ് എത്രയാണ്, 80 ഇയേഴ്സ് ആണ്. സം അഷ്യൂർഡ് വിത്ത് അക്രൂഡ് ബോണസസ് പെയ്ഡ് ടു ദ ഇൻഷുറൻ ഓൺ അറ്റൈനിങ് ദ ഏജ് ഓഫ് 80 ഇയേഴ്സ് ഓർ ഓൺ ഹിസ് ഓർ ഹർ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓർ അസൈനി ഓൺ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ് വിച്ചെവർ ഈസ് ഏർലിയർ. അതായത് ഒരു വ്യക്തിക്ക് 80 വയസ്സാകുക അല്ലെങ്കിൽ അയാളുടെ മരണം, അതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അപ്പോഴാണ് ഈ പോളിസി എന്താവുന്നത്, മെച്യൂർ ആവുന്നത്. അതിന്റെ ബോണസ് എന്ന് പറയുന്നത് 76 ആണ്. 1000 റുപ്പീസിന് 76 ആണ് ബോണസ്. ഏറ്റവും കൂടുതൽ ബോണസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ ലൈഫ് അഷ്യൂറൻസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ലോ പ്രീമിയം ഹൈ ബോണസ്. അതായത് ഏജ് കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ് കൂടുന്നതിനനുസരിച്ചും പ്രീമിയം എന്താണ്, കുറയും. അപ്പോൾ ഓൾ ലൈഫ് ഇൻഷുറൻസ് ആണ് 80 ഇയേഴ്സ് ഓഫ് ഏജ് ആണ് ഇതിന്റെ മെച്യൂരിറ്റി. അപ്പോൾ എന്തായിരിക്കും, പ്രീമിയം കുറവും ബോണസ് കൂടുതലായിരിക്കും. ഇതിന്റെ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 55 ഇയേഴ്സ് ആണ്. മിനിമം ഏജ് 19 ഇയേഴ്സ് ആണ്. ലോൺ ഫെസിലിറ്റി ഉണ്ട്. അതായത് PLI എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. എപ്പോഴാണ്, ഓൾ ലൈഫ് ഇൻഷുറൻസിൽ ആഫ്റ്റർ 4 ഇയേഴ്സ്. പോളിസി എടുത്ത് 4 വർഷത്തിന് ശേഷം നമുക്ക് ഇതിന് ലോൺ എടുക്കാം, സറണ്ടർ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ പോളിസി നടത്തണം എന്നില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്യാം. സറണ്ടർ ആഫ്റ്റർ 3 ഇയേഴ്സ്, 3 വർഷത്തിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിന്റെ ടേം ഓഫ് പോളിസി എന്ന് പറയുന്നത്, അതായത് പേയ്മെന്റ് ഓഫ് പ്രീമിയം, പ്രീമിയം അടക്കാൻ പറ്റുന്നത്
വർഷം വരെയാണ് വരുന്നത്. അതായത് 55-ാമത്തെ വയസ്സിൽ വരെ നമുക്ക് പ്രീമിയം അടക്കാം, അല്ലെങ്കിൽ 58 ഓർ 60. ഈ ടൈമിലേക്കാണ് പ്രീമിയത്തിന്റെ പേയ്മെന്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിന്റെ മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത് 80 years ആണ്, അല്ലെങ്കിൽ ഡെത്ത് വിച്ചർ ഈസ് ഏർലിയർ. ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി അല്ല. പിന്നെന്താ പറയുന്നത്, ഇനിയിപ്പോ ഓൾ ലൈഫ് അഷുറൻസ് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾ ലൈഫ് അഷുറൻസ് നമുക്ക് എൻഡോമെന്റ് അഷുറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പോളിസി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം കഴിയണം. 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓൾ ലൈഫ് അഷുറൻസിനെ എൻഡോമെന്റ് അഷുറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, പ്രീമിയത്തിൽ വേരിയേഷൻ ഉണ്ടാവും, കുറച്ച് കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾ ലൈഫ് ഇൻഷുറൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏജ് അറ്റ് മെച്യൂരിറ്റി എത്രയായിരിക്കും, 80 years ആയിരിക്കും, അല്ലെങ്കിൽ ഡെത്ത് വിച്ചർ ഈസ് ഏർലിയർ, അവിടെയാണ് നമുക്ക് ആ പോളിസി മെച്യൂർ ആവുന്നത്. നെക്സ്റ്റ് വൺ ആണ് എൻഡോമെന്റ് അഷുറൻസ്, EA ഓർ സന്തോഷ്. ഇതൊരു ടേം ഇൻഷുറൻസ് ആണ്. നമുക്ക് ഒരു ടേമിൽ എന്താണ് ഫിക്സ് ചെയ്യാം, ഇത്ര വയസ്സിൽ മെച്യൂർ ആവണം എന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബോണസ് എന്ന് പറയുന്നത് 52/1000 ആണ്. മിനിമം ഏജ് 19 years, മാക്സിമം ഏജ് 55 years ആണ്. ലോൺ ഫെസിലിറ്റി ഉണ്ട്, ലോൺ ഫെസിലിറ്റി ആഫ്റ്റർ 3 years and surrender facility after 3 years. Endowment assurance gives assurance to the extent of sum assured and accrued bonus till attainment of predetermined age of maturity. നമുക്ക് ഏജ് ഓഫ് മെച്യൂരിറ്റി എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ഇപ്പോൾ ഒരു 40 വയസ്സുള്ള വ്യക്തിയാണ് ചേർന്നതെങ്കിൽ 50 വയസ്സ്, 55 വയസ്സ്, 60 വയസ്സ്, അങ്ങനെ നമുക്ക് ഏജ് ഓഫ് മെച്യൂരിറ്റി എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതെന്താണ്, ഒരു ടേം ഇൻഷുറൻസ് ആണ്. In case of unexpected death of insurance before maturity, the assignee or nominee or legal hire gets full sum assured with accrued bonus. അതായത് ഇൻഷുറൻസ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ അസൈനിക്കോ അല്ലെങ്കിൽ നോമിനിക്കോ ലീഗൽ ഹയറിനോ എന്താണ്, സം അഷ്യൂർഡും അക്രൂഡ് ബോണസും കിട്ടുന്നതായിരിക്കും. അതാണ് എൻഡോമെന്റ് അഷുറൻസ്. എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എൻഡോമെന്റ് അഷുറൻസ് ആണ്. അതിന്റെ ബോണസ് 52/1000 ആണ്. ഇനി ഇൻ കേസ് ബോണസിൽ എന്തെങ്കിലും ഫിനാൻഷ്യലുള്ള മാറ്റം ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കിയെടുക്കണം. മീൻസ് ഇതാണിപ്പോൾ കറന്റ് ഇപ്പോൾ ഇതാണ് ഇതിന്റെ ബോണസ്. ഇനി എന്തെങ്കിലും മാറ്റം സംഭവിക്കാം, വേരിയേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. Then convertible all life assurance, CWLA or സുവിധ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കൺവേർട്ടബിൾ ഓൾ ലൈഫ് അഷുറൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ ലൈഫ് അഷുറൻസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫിക്സ്ഡ് ഏജ് ആകുമ്പോഴേക്കും നമുക്ക് അതിനെ എൻഡോമെന്റ് അഷുറൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇതിന്റെ ബോണസും എന്താണ്, സെയിം ആസ് WA ഓൾ ലൈഫ് അഷുറൻസിന്റെ ബോണസ് ആണ് ഇതിനും കൊടുക്കുന്നത്, 76/1000. അത് സ്റ്റാർട്ട് ചെയ്തതും എന്നാണ്, ഫസ്റ്റ് November 1987. മിനിമം ഏജ് 19 years, മാക്സിമം ഏജ് 50 years ആണ്. ലോൺ ഫെസിലിറ്റി ആഫ്റ്റർ 4 years, സറണ്ടർ ആഫ്റ്റർ 3 years. Can be converted into endowment assurance after 5 years but not later 6 years. അതായത് 5 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, എൻഡോമെന്റ് അഷുറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 6 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, എൻഡോമെന്റ് അഷുറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആ പോളിസിനെ എന്തായിട്ട് കണക്കാക്കും, ഓൾ ലൈഫ് അഷുറൻസ് ആയിട്ട് കണക്കാക്കും. ഏജ് ഓഫ് കൺവേർഷൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 55 years. അതുപോലെ തന്നെ 55 വയസ്സിൽ കൂടാനും പാടില്ല. ഇനി നമ്മൾ ചെയ്തില്ല, അതായത് 5+1 years, അതായത് 5+1 years ആയിട്ടും നമ്മൾ ഈ ഫെസിലിറ്റി യൂസ് ചെയ്തില്ലെങ്കിൽ ആ പോളിസി എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഓൾ ലൈഫ് അഷുറൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓൾ ലൈഫ് അഷുറൻസിലായിരിക്കും ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്, അത് 5 വർഷം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, എൻഡോമെന്റ് അഷുറൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് ആണ് ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ്, അതായത് സുമംഗൽ. അതെന്താണ്, ഇതിന്റെ ബോണസ് എന്ന് പറയുന്നത് 48/1000 ആണ്. സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഫെബ്രുവരി 1984. ഇതൊരു മണി ബാക്ക് പോളിസി ആണ്. 2 ടൈപ്സ് ഓഫ് പോളിസിയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, 15 years ടേമും 20 years ടേമും. അതായത് 15 വർഷത്തേക്കുള്ള ഒരു പോളിസി ഉണ്ട്, അതുപോലെ തന്നെ 20 വർഷത്തേക്കുള്ള ഒരു പോളിസി ഉണ്ട്. അതിന്റെ മിനിമം ഏജ് പറയുന്നത് 19 years ആണ്, മാക്സിമം ഏജ് പറയുന്നത് 40 years. അതായത് 20 വർഷത്തിന്റെ പോളിസിക്ക് 40 yearsഉം 15 വർഷത്തിന്റെ പോളിസിക്ക് 45 yearsഉം. ഇതിൽ മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആണ്. ലോണും സറണ്ടർ ഫെസിലിറ്റിയും ഇല്ല. നമുക്ക് ഇതിന് ലോൺ എടുക്കാനും പറ്റില്ല, പിന്നെ എന്താണ്, നിർത്താനും പറ്റില്ല. അതാണ് ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ്. അതായത് നമുക്ക് മണി ബാക്ക് ആണ്, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പൈസ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ ലോൺ എടുക്കാനും സറണ്ടർ ചെയ്യാനും പറ്റില്ല എന്ന് പറയുന്നത്. ഇനി 2 ടൈപ്സ് ഓഫ്
മണി പോളിസി എന്ന് പറഞ്ഞല്ലോ ഏതൊക്കെയാണ് 15 ഇയേഴ്സിന്റെ ടേമും 20 ഇയേഴ്സിന്റെ ടേമും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 15 ഇയേഴ്സിന്റെ ടേംസിൽ അറ്റ് ദ എൻഡ് ഓഫ് 6 ഇയേഴ്സ് 6 വർഷം ആവുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? സം അഷ്വേർഡിന്റെ 20% കിട്ടും. ഇനി അറ്റ് ദ എൻഡ് ഓഫ് 9 ഇയേഴ്സിലും 20% ഓഫ് സം അഷ്വേർഡ്. Then at the end of 12 years 20% of sum assured. Then at the end of 15 years 15 വർഷം ആവുമ്പോൾ എന്താണ് 40% of sum assured with the bonus. 40% കിട്ടും, അതുപോലെ തന്നെ ബോണസും കൂടി കിട്ടും. ഇതാണ് 15 ഇയേഴ്സിന്റെ ടേം. അപ്പൊ 4 പ്രാവശ്യമായിട്ട് നമുക്ക് മണി തിരിച്ചു കിട്ടും. ഫസ്റ്റ് കിട്ടുന്നത് എൻഡ് ഓഫ് 6 ഇയേഴ്സ്, ദെൻ end of 9 years, then end of 12 years and end of 15 years. ഇനി 20 ഇയേഴ്സിന്റെ പോളിസി ആണെങ്കിലോ at the end of 8 ഇയേഴ്സിൽ 20% of sum assured തിരിച്ചു കിട്ടും. ഇനി at the end of 12 ഇയേഴ്സിൽ 20% of sum assured. Then at the end of 16 years of yearsൽ 20% of sum assured. Then at the end of 20 of years 40% of sum assured with a bonus. ഇതൊരു മണി ബാക്ക് പോളിസി ആണ്. അപ്പോൾ PLI പ്രൊവൈഡ് ചെയ്യുന്ന മണി ബാക്ക് പോളിസി ഏതാണ്? ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷ്വറൻസ് ഓർ സുമംഗൽ. നെക്സ്റ്റ് വൺ ആണ് ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ്, JLA ഓർ യുഗൾ സുരക്ഷ. ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, രണ്ടുപേര് ജോയിന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഭാര്യയും ഭർത്താവും, ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസിയാണ് ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ്. അതിന്റെ ബോണസ് എന്ന് പറയുന്നത് 52/1000. ദെൻ സ്റ്റാർട്ട് ചെയ്തത് 1/8/1997. ഇറ്റ് ഈസ് എ ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ് where one of the spouse is eligible for PLI പോളിസി. അതായത് ഇതൊരു ജോയിന്റ് ലൈഫ് പോളിസി ആണ്. ഭാര്യയോ ഭർത്താവോ അതിൽ ആരെങ്കിലും PLIക്ക് എലിജിബിൾ ആയാൽ മാത്രം മതി. രണ്ടുപേരുടെയും റിസ്ക് ഈ പോളിസിയിൽ കവർ ചെയ്തോളും, ബോണസ് കിട്ടിക്കോളും. അതിൽ സ്പൗസ് എപ്പോഴും എന്തായിരിക്കണം? സ്പൗസ് ഷുഡ് ബി ലിറ്ററേറ്റ്. സ്പൗസ് ലിറ്ററേറ്റ് ആയിരിക്കണം. ഇനി അറ്റ് ദ മെച്യൂരിറ്റി ഓഫ് ദ പോളിസി ദ എൽഡർ ഏജ് ഷുഡ് നോട്ട് എക്സീഡ് 60 ഇയേഴ്സ്. മൂത്ത ആളുടെ വയസ്സ് 60 വയസ്സിൽ കൂടാൻ പാടില്ല. ടേം ഓഫ് ദ പോളിസി പറയുന്നത് 5 years to 20 years ആണ്. 5 വർഷം മുതൽ 20 വർഷം വരെയാണ് ഇതിന്റെ പോളിസിയുടെ കാലയളവ്. മെഡിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആണ്. മിനിമം ഏജ് അറ്റ് ദ എൻട്രി 21 years, മാക്സിമം ഏജ് 45 years ആണ്. ലോൺ ആൻഡ് സറണ്ടർ ആഫ്റ്റർ 3 years. ലോൺ ഫെസിലിറ്റിയും സറണ്ടർ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യേണ്ട ആഫ്റ്റർ 3 years. Then premium is payable either up to the maturity or up to the death of one of the spouse, whichever is earlier. ഇതിന്റെ പ്രീമിയം എന്നവരെയാണ് നമുക്ക് അടക്കേണ്ടത്? അതായത് ഒന്നില്ലെങ്കിൽ മെച്യൂരിറ്റി ടൈം വരെ, അതായത് നമ്മളിപ്പോൾ ഒരു ടേം ഫിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ മെച്യൂരിറ്റി ടൈം വരെ അടക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും, ഇപ്പൊ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ അടച്ചാൽ മതി. ഇതാണ് ജോയിന്റ് ലൈഫ് ഇൻഷുറൻസ്. അതിന്റെ വേറൊരു പേരാണ് എന്താ? യുഗൾ സുരക്ഷ. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് ചിൽഡ്രൻ പോളിസി, ബാൽ ജീവൻ ബീമ. ബാൽ ജീവൻ ബീമ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 20th January 2006. Bonus rate as per endowment assurance. Main objective എന്താണ്? The objective of the scheme is to provide insurance coverage to the children of PLI or RPL policy holders of all life assurance or endowment assurance. അതായത് endowment assuranceന്റെയോ all life assuranceന്റെയോ പോളിസി ഉള്ള പോളിസി ഹോൾഡേഴ്സിന്റെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്? ചിൽഡ്രൻസ് പോളിസിയാണ് ബാൽ ജീവൻ ബീമ. മാക്സിമം ഓഫ് 2 children, 2 കുട്ടികൾക്കാണ് ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. 1 policy per child and age should be in between 5 to 20. അതായത് ഓരോ പോളിസിയും 5 മുതൽ 20 വയസ്സുള്ള കുട്ടികളെയാണ് നമുക്ക് അതിൽ ചേർക്കാൻ പറ്റുന്നത്. മെയിൻ പോളിസി ഹോൾഡർ ഷുഡ് നോട്ട് ബി ഓവർ 45 years of age. അതായത് ഇപ്പോൾ അമ്മയ്ക്കോ അച്ഛനോ അവരിൽ ആർക്കെങ്കിലും ആയിരിക്കുള്ളൂ ഈ ഓൾ ലൈഫ് ഇൻഷുറൻസും എൻഡോമെന്റ് ഇൻഷുറൻസും ഉള്ളത്. അപ്പൊ അവരിൽ നിന്നാണ് ഈ ചിൽഡ്രൻ പോളിസി എടുക്കുന്നത്. അപ്പോൾ ആ മെയിൻ പോളിസി ഹോൾഡേഴ്സിന്റെ ഏജ് 45 വയസ്സിൽ കൂടാൻ പാടില്ല. Sum assured on children policy should not exceed the sum assured on main policy. Main policy നേക്കാളും കൂടാനും പാടില്ല. Minimum ₹20,000, maximum ₹3 lakh or sum assured to the policy holder whichever is maximum. അതായത് മിനിമം ഈ ചിൽഡ്രൻ പോളിസിയുടെ മിനിമം 20,000, മാക്സിമം 3 lakh ആണ്. അല്ലെങ്കിൽ ആ പോളിസി ഹോൾഡേഴ്സിന്റെ എത്രയാണോ മാക്സിമം എമൗണ്ട് അത് വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നോ ലോൺ ആൻഡ് നോ സറണ്ടർ ഫെസിലിറ്റി, മെഡിക്കൽ എക്സാമിനേഷനും കമ്പൽസറി അല്ല. പോളിസി accepted before 28/4/2011 can be surrendered after 5 years. അതായത് 28/4/2011 മുമ്പ് എടുത്ത പോളിസി ആണെങ്കിൽ സറണ്ടർ ചെയ്യാൻ പറ്റും. അതർവൈസ്
no loan and surrender facility. In the event of death of the main policy holder before the expiry of them, no further premium shall be payable. അതായത് മെയിൻ പോളിസി ഹോൾഡർ മരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രീമിയം ഒന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. Sum assured together with the accrued bonus shall be payable on maturity or on the death of the child, whichever is earlier. അതായത് ഇനി അക്രൂഡ് ബോണസും കാര്യങ്ങളും കൂടി കിട്ടും. അതായത് കുട്ടി മരിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മെച്യൂരിറ്റി ആവുമ്പോൾ അതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അപ്പോൾ നമുക്ക് പോളിസിയുടെ എമൗണ്ടും സം അഷ്യൂർഡും ബോണസും കൂടി കിട്ടും. അപ്പൊ ഇതാണ് ചിൽഡ്രൻ പോളിസി പറയുന്നത്. അപ്പൊ PLI സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ഫസ്റ്റ് ഫെബ്രുവരി 1884. 6 ടൈപ്സിലെ PLI പോളിസി ഉണ്ട്. മിനിമം സം അഷ്യൂർഡ് 20,000, മാക്സിമം സം അഷ്യൂർഡ് 50 lakh. പിന്നെ എന്താ 18 ഇയേഴ്സും 55 ഇയേഴ്സ് ആണ് മാക്സിമം ഏജ് എന്ന് പറയുന്നത്. 18 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ബർത്ത്ഡേ ആയിട്ടാണ് എടുക്കുന്നത്. അതാണ് പലതിലും മിനിമം ഏജ് 19 ഇയേഴ്സ് പറയുന്നത്. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. PLI ആണ് എടുത്തത്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് RPLA എടുക്കാനുണ്ട്. പിന്നെ കുറച്ച് ജനറൽ ടേംസും പറയാനുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.